തെളിയിച്ചിട്ടുണ്ട്. കാഴ്ചയിലൂടെയാണ്. അതുകൊണ്ടാണ് അല്ലാഹു കണ്ണ് സൂക്ഷിക്കുക, ഫർജ് സൂക്ഷിക്കുക എന്ന് പറയും. സുബ്ഹാനല്ലാഹ്. ഇത് സൂക്ഷിക്കുന്ന പക്ഷം നമുക്ക് ലഭിക്കുന്ന എന്താണ്? നമുക്ക് ലഭിക്കുന്ന ഗുണം ഒന്ന്, ഇംതിസാലുൽ ലി അംരില്ലാഹ്. അല്ലാഹു പറഞ്ഞത് കേട്ടു, അല്ലാഹുവിനനുസരിച്ചു, അല്ലേ? അല്ലാഹുവിനനുസരിച്ചു. അങ്ങനെ വരുന്ന സമയം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന മറ്റൊരു ഗുണം, നമ്മുടെ ഹൃദയത്തിന് സന്തോഷം ഉണ്ടാകും, ഹൃദയത്തിന് പ്രകാശം വരും. ഹറാമിലേക്ക് നോക്കുന്ന ആളുകൾക്ക് ഖൽബിന് പ്രകാശം ഉണ്ടാവില്ല. എത്രയും വലിയ അത്ഭുതം എന്ന് പറഞ്ഞത്, കാഴ്ച സൂക്ഷിക്കണമെന്നും നിക്കാഹ് ചെയ്യണമെന്നും ഫർജിനെ സൂക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞ ഈ ചർച്ച കഴിഞ്ഞ് ഇനി വരാൻ പോകുന്ന 35-ാമത്തെ ആയത്ത് വരുന്നത് എന്താണ്? അല്ലാഹു നൂറുസ് സമാവാതി വൽ അർള്. അല്ലാഹുവാണ് ആകാശ ലോകങ്ങളുടെ പ്രകാശത്തിന്റെ ദാതാവ്, അല്ലാഹുവാണെന്ന ആയത്ത് വരാൻ പോകുന്നത് ഈ ചർച്ചയുടെ ശേഷമാണ്. ഇങ്ങനെയൊക്കെ നടക്കുന്ന ആളുകൾക്ക് ഹൃദയത്തിൽ അല്ലാഹു തആല നൂറാനിയത്ത് കൊടുക്കും എന്നതിന്റെ താല്പര്യമുണ്ടെന്ന് മഹാന്മാരായ ആലിമീങ്ങൾ പഠിപ്പിച്ചു. അതിനാ അല്ലാഹു ഇത് പറഞ്ഞിട്ട് പറയണത്, ഇങ്ങനെയൊക്കെ അല്ലാഹ് പറഞ്ഞ പോലെ നടക്കുന്നവർക്ക് അല്ലാഹു നൂറ് കൊടുക്കും, പ്രകാശം കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ആശ്വാസം